എനിക്ക് പേടിയാവുന്നു പ്രകാശേ. എത്ര നേരം വെച്ച് ഇതിനുള്ളിൽ ഇങ്ങനെ അടച്ചിരിക്കുന്നത്? നിന്റെ ഏട്ടനല്ലേ നമ്മളോട് ആക്കിട്ട് പോയത്? ഇങ്ങോട്ട് മാറ. ആരാ? ശിവന. ഏട്ടൻ വീട്ടിൽ പോയിരുന്നോ? ഇന്നലെ രാത്രി പോയിരുന്നു. അച്ഛൻ ആകെ കലിപ്പില. നിങ്ങളെ രണ്ടുപേരെയും കണ്ട സ്പോട്ടിൽ വെടിവെച്ചു കൊല്ലുമെന്നാ പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രകാശിനെ. കളക്ടർ മേഡത്തോടുള്ള വൈരാഗ്യം മുഴുവൻ പ്രകാശിനോടാണ് അച്ഛനിപ്പോ തീർക്കാൻ പോകുന്നത്. ശാലിനി ചേച്ചി എനിക്കെന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ. വലിയൊരു ദുരന്തം എന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോ താങ്ങും തണലുമായി നിന്നത് ശാലിനി ചേച്ചിയാ. പഠിത്തം പകുതിക്ക് വെച്ച് നിലയ്ക്കൊന്ന് മനസ്സിലായപ്പോ നീ മറ്റൊന്നും വിചാരിക്കണ്ട, പഠനം മുടക്കണ്ട, നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് തോളിൽ തട്ടി ആശ്വാസമൊക്കെ പറഞ്ഞപ്പോ ഞാൻ കണ്ടത് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനെ തന്നെയാ. അവിടെ തന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചതും ചേച്ചി തന്നെയാ. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഈ സെന്റിമെന്റ്സ് കഥയൊന്നും അച്ഛന്റെ അടുത്ത് വില പോകില്ലല്ലോ. ഏട്ടാ, അമ്മ പാവം, കരയാനല്ലാതെ അമ്മ മറ്റെന്ത് ചെയ്യാനാ? നീ പോയതില് ഒരുപാട് സങ്കടമുണ്ട്. ആ, ഇതില് നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണമുണ്ട്. കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കണം. ഉച്ചയ്ക്ക് ശേഷം രജിസ്ട്രേഷൻ വെച്ചിരിക്കുന്നത്. അതുവരെ പുറത്തേക്ക് ഇറങ്ങുകയോ ആരുടെ മുന്നിൽ ചെന്ന് ചാടുകയോ ചെയ്യരുത്. ഏതു ഭാഗത്തും നിങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോയും നോക്കിക്കൊണ്ട് ആളുകൾ നിൽപ്പുണ്ടായിരിക്കുമെന്ന് ഓർക്കണം. പെട്ടുപോയ ഇങ്ങനൊരു കാര്യം പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ചിന്തിക്കുകയും വേണ്ട. നിന്നെ കൊല്ലും ഞാൻ. എടാ ശിവ, എടാ നിന്റെ മുന്നിൽ വെച്ചാ ഇയാൾ എന്റെ നേരെ കൈയോങ്ങിയത്. ഇപ്പൊ നിനക്ക് എന്നെക്കാളും വലുത് മറ്റു പലരും ആണല്ലോ. നിനക്ക് ഞാൻ 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ചന്ദ്ര വീട്ടിലെത്തിയിരിക്കണം. എടാ നീ വീണ്ടും എന്റെ മോനെ. എനിക്കച്ചോ പോയി കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. വെള്ളം കൊണ്ടുവാ. എനിക്കച്ചാ വെള്ളം കളിക്കാം. വിഷ്ണുവിടെ ഞാനിവിടെ ഉണ്ടച്ചാ. വിഷ്ണു എടാ മോനെ, അയാളെ പോയാടാ മോനെ. പോയി. എടാ മക്കളെ, അച്ഛന് തലവേനെടുക്കുന്നില്ല. നല്ല തലവേനയാ. തല പൊട്ടുന്ന പോലെ തോന്നുക. അച്ഛൻ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോ. വിളിച്ചേട്ടാ, അച്ഛനെ വണ്ടിയിലേക്ക് കയറ്റ. അയ്യോ മാഡം, നമുക്ക് മന്ത്രിയുടെ ഇരിക്കും. എന്തോ ഒരു ആവശ്യമായിട്ടാണ് വന്നതെന്ന് നേഴ്സ് രമണി പറഞ്ഞു. പറഞ്ഞോളൂ, എന്താ ആവശ്യം? ഡോക്ടർ, അത് പിന്നെ കുറച്ചു നാള് മുമ്പ് ഇവിടെ ഒരു ഹാർട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നിരുന്നു. ഹാർട്ട് കൊണ്ടുവന്നത് മധുരയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്നാ. അന്ന് അവിടെ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ച വിഷ്ണു എന്ന എന്റെ ഈ സുഹൃത്തിന്റെ ഹൃദയമാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആയിരിക്കാം, ചിലപ്പോ അല്ലായിരിക്കാം. എന്തായാലും ഇതേക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെയല്ല ഡോക്ടർ, ഈ വിവരമൊന്നും വിഷ്ണുവിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ലായിരുന്നു. വിഷ്ണുവിന്റെ വൈഫ് തന്നെ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞത് ഈ അടുത്ത ദിവസങ്ങളിലാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ,
വിഷ്ണുവിന്റെ ഹാർട്ട് സ്വീകരിച്ചിരിക്കുന്ന ആളെ കുറിച്ച് വിഷ്ണുവിന്റെ വൈഫിന് അറിയണം എന്നൊരാഗ്രഹം. അതിന് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ ഡോക്ടർ? ഇമ്പോസിബിൾ, നടക്കില്ല. ഡോണറെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ഹാർട്ട് സ്വീകരിച്ച ആളിനോടോ അയാളുടെ ബന്ധുക്കളോടോ പറയില്ല. അതേപോലെ തിരിച്ചു പറയില്ലെന്ന് പറയാൻ കാരണവുമുണ്ട്. ഹൃദയം നൽകിയ കുടുംബത്തിന് സ്വീകരിച്ച ആളുമായി വൈകാരികമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ തോന്നിയേക്കാം. ഇത് ഇരു കൂട്ടർക്കും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം. അതൊഴിവാക്കാനാണ് ഒരിക്കലും ഞങ്ങൾ ഇത് അറിയിക്കില്ലെന്ന് പറയുന്നത്. അകലിൽ നിന്നൊന്ന് കാണാനുള്ള അവസരമെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അവയവദാനം ഒരു സേവനമാണ്. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് വഴി ഭാവിയിൽ സാമ്പത്തികമായ പല തെറ്റായ രീതിയിലേക്കും ഈ വിവരങ്ങൾ ദുർവിനിയോഗം ചെയ്തേക്കാം. അതുകൊണ്ട് എന്നെ നിർബന്ധിക്കരുത് ഡോക്ടർ. പ്ലീസ് പ്ലീസ് ഗോ. ദയവ് ചെയ്ത് അവൻ ഇതൊന്നും അറിയരുത്. മിസ്റ്റർ മഹേന്ദ്രൻ, അത് ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാണ്. പേഷ്യന്റിന്റെ സമ്മതമില്ലാതെ ഞങ്ങൾക്കിത് ചെയ്യാനാവില്ല. അവൻ ആ ജീവിതം തന്നെ വേണ്ടെന്ന് വെക്കാനും തയ്യാറാണ്.